ഹലോ, ഞാൻ ഷാജി മാമൻ. തൃശ്ശൂർ ബസ്സിന്റെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ആവോലി കിട്ടിയിട്ടുണ്ട്. കറുത്ത ആവോലി, ഒരു 1.5 കിലോ ആവോലി ഉണ്ട്. അത് ഞാൻ തേങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ നിറഞ്ഞിട്ട് മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത് തക്കാളി, 2 തക്കാളി, ചെറിയ ഒരു 3 ചെറുതായിട്ട് കഴിഞ്ഞിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി. ഓക്കെ, ഇത്ര ഇഞ്ചി വേപ്പില്ല. കുറച്ചൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കണം. ജസ്റ്റ് ഇത് കാശ്മീരി മുളക് 1 സ്പൂൺ ഇടണം, കളറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഇതിൽ കുറച്ച് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിരുമ്പിയിട്ട് തിളപ്പിക്കണം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, 1 കപ്പ് വെള്ളം ഒഴിക്കണം. ഇവനൊന്ന് ഞരണ്ട്. ഓക്കെ, ഇന്നത്തത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വയ്ക്കുമ്പോഴേക്കും ഇതിലേക്കുള്ള കൂട്ട് കുറച്ച് നാളികേരം ചെരുവീതുണ്ട്. ഒരു തേങ്ങയിൽ ഒരു 3/4 ഭാഗം എടുക്കുന്നു. കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് അടിക്കണം. മിക്സിയിൽ അടിച്ചിട്ട് ഇതിലൊഴിക്കണം തിളച്ച് വരുമ്പോൾ. ഓക്കെ, റെഡി. ഇതിലൊരു അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് മിക്സിയിൽ അടിക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നാളികേരം ചെരി അരച്ച നല്ല പാല് ഒഴിക്കണം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് കുടംപുളി ഇതാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ മീനിടുക. ഓക്കെ, തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫിഷ് കറി തിളച്ച് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതിലേക്ക് ഈ ഫിഷ് ഇടുക. നല്ല അടിപൊളി ആവോലി. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1.5 കിലോ ആയിട്ടുള്ള ആവോലി ഇടുന്നു. ഇതൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നല്ല ചുവന്നുള്ളി ഒരു പിടി ഇട്ടിട്ടുണ്ട്, വേപ്പില. ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവോലിക്കറിയിലേക്ക് മൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ആവോലിക്ക് ഫിഷ് ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചുവന്നുള്ളിയൊക്കെ ഉണ്ടാക്കി വെക്കും.